Hi all, welcome to Competitive Cracker. I'm Shahana. CC ഓണം നല്ലോണം പഠിച്ചോണം. നമ്മുടെ സെറ്റ് എക്കണോമിക്സ് 2026 സെപ്റ്റംബർ 20 നമ്മുടെ എക്സാം വരുന്നത്. പുതിയൊരു ഡേറ്റ് ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് സമയമുണ്ട്. ഈ കഴിഞ്ഞ വീക്കിലെ എക്സാം നെക്സ്റ്റ് വീക്കിലേക്കല്ല മാറ്റി വെച്ചിട്ടുള്ളത്. നമുക്ക് നല്ലൊരു ടൈം നമ്മുടെ മുന്നിലുണ്ട്. അപ്പൊ ആ ടൈമിന് നമ്മൾ ഇത്രയും കാലം പഠിച്ചു വന്ന സാധനത്തിന് ഇത്രയും ഒരു 30 ദിവസം കൊണ്ട് നമ്മൾ ഉടച്ചിടുകയാണെങ്കിൽ നമ്മളുടെ പ്ലാനൊക്കെ തെറ്റി നമ്മുടെ ആ ഒരു ലക്ഷ്യത്തിലേക്ക് നമുക്ക് എത്താനായിട്ട് കഴിയില്ല. ഇനി ഈ 30 ദിവസത്തിന് എങ്ങനെ നിങ്ങൾ യൂട്ടിലൈസ് ചെയ്യുന്നു എന്നുള്ളതും കൂടെ നിങ്ങളുടെ റിസൾട്ടിനെ ബാധിക്കും. സോ ഈ ഒരു 30 ദിവസത്തിന് വേണ്ടി നമുക്കൊരു പുതിയ പ്ലാൻ ഉണ്ടാക്കാം. ആ പുതിയ പ്ലാനിലൂടെ നമുക്ക് പുതിയൊരു സെറ്റ് എക്കണോമിക്സിനെ നേരിടാം. ശരി, ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള റിവിഷനുള്ള ഒരു 30 ദിവസമായിട്ട് നിങ്ങൾ ഇതിനെ കാണുക. സിസ്റ്റമാറ്റിക് ആയിട്ട് വളരെ സ്ട്രക്ചേർഡ് ആയിട്ടുള്ള ഒരു റിവിഷൻ നടത്തേണ്ട സമയമാണ്. നേരത്തെ പറയുന്നത് പോലെ പുതിയ ടോപ്പിക്കിലേക്കും പുതിയ ഏരിയാസിലേക്കും കടക്കുന്നതിന്റെ പകരം നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ ഇത്രയും കാലം ചെയ്തു വെച്ചതിനെ ഇന്റൻസീവ് ആയിട്ടൊന്ന് റിവൈസ് ചെയ്യുക എന്നുള്ളതിലേക്കാണ് നിങ്ങൾ പോവേണ്ടത്. ഞാൻ നിങ്ങൾക്ക് മുന്നിൽ സജസ്റ്റ് ചെയ്യും, ഒരു 3 ഫേസിലായിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? റിവിഷൻ കവർ ചെയ്യണം. നിങ്ങൾ ഈ ഒരു 30 ഡേയ്സിനകത്ത് ആ 30 ഡേയ്സിനെ 3 ഫേസസ് ആയിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? തിരിക്കണം. അങ്ങനെ 3 ഫേസസ് ആക്കി തിരിച്ചിട്ട് വേണം നിങ്ങൾ എന്ത് ചെയ്യാനായിട്ട്? റിവിഷനെ നേരിടാനായിട്ട്. സോ ഫേസ് 1 എന്ന് പറയുമ്പോൾ ഞാൻ പറയും, നിങ്ങൾ കംപ്ലീറ്റ് സിലബസ് റിവിഷൻ ആയിരിക്കണം. അതായത് കംപ്ലീറ്റ് സിലബസും കവർ ചെയ്യണം എന്നുള്ളതല്ല. ആദ്യം നിങ്ങൾ സിലബസ് നിങ്ങളുടെ മുന്നിൽ വെച്ചിട്ട് ആ സിലബസിന്റെ ഓരോ ഭാഗത്തിലൂടെയും പോകുന്ന സമയത്ത്, അപ്പൊ നമ്മൾ മുമ്പേ നമ്മുടെ കോഴ്സ് എടുത്തവരെ സംബന്ധിച്ച് നിങ്ങൾക്കറിയാം, നമ്മൾ എത്രയും കോർ ഏരിയാസും ഇമ്പോർട്ടന്റ് ഏരിയാസ്, ലിസ് ഇമ്പോർട്ടന്റ് ഏരിയാസ് എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് കാറ്റഗറൈസ് ചെയ്തിട്ടാണ് ക്ലാസ്സസ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. അപ്പം നമ്മുടെ കുട്ടികളെ സംബന്ധിച്ച് അവർക്ക് ഓൾറെഡി എന്താ അറിയാം, ആ ഒരു കാറ്റഗറൈസേഷനെ കുറിച്ച് അറിയാം. ഇനി അല്ലാത്തവരെ സംബന്ധിച്ചാണ് എന്നുണ്ടെങ്കിലും സിലബസ് നോക്കുന്ന സമയത്ത് നിങ്ങളായിട്ട് സ്വയം കൊടുത്ത ഒരു ഫോക്കസ്ഡ് ഏരിയ ഉണ്ടായിരിക്കും അല്ലെ, അല്ലെങ്കിൽ നിങ്ങൾ PYQ അനലൈസ് ചെയ്തിട്ടും നിങ്ങളുടെ സ്വന്തം അനാലിസിസിലൂടെയൊക്കെ സെൽഫ് സ്റ്റഡി തിരഞ്ഞെടുത്തവരെ സംബന്ധിച്ച് നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള ഒരു കോർ ഏരിയ ഉണ്ടാവും. ആ സിലബസിലൂടെ അങ്ങനെ 1 by 1 ആയിട്ട് നോക്കുന്ന സമയത്ത് ആ കോർ ഏരിയനെ എന്ത് ചെയ്യുക? വീണ്ടും റിവൈസ് ചെയ്യുക എന്നുള്ളതാണ് ഫസ്റ്റ് നിങ്ങൾ ചെയ്യേണ്ടത്. ഫുൾ സിലബസിൽ നിന്നും കോർ ഏരിയാസിനെ എന്ത് ചെയ്യുക? മനസ്സിലാക്കുക, അല്ലെങ്കിൽ അതൊന്നും മൈൻഡിലേക്ക് ഓടിച്ചു പോവുക. നോട്ട്സ് ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാം. എന്നിട്ട് ആ ഇമ്പോർട്ടൻറ്റ് കോൺസെപ്റ്റ്സ് ഒന്നും കൂടെ വളരെ ഷോർട്ടായിട്ട് നോട്ട് ചെയ്ത് വെക്കുക. വളരെ ഷോർട്ടായിട്ട് കേട്ടോ, വളരെ ഷോർട്ടായിട്ട് നോട്ട് ചെയ്ത് വെക്കുക. നിങ്ങൾ ഒരു നോട്ട് മൊത്തം കംപ്ലീറ്റ് ചെയ്തതിന് ഒരു ഒറ്റ പേജിലേക്ക് ചുരുക്കുന്ന രീതിയിൽ വേണം നോട്ട് ചെയ്ത് വെക്കാനായിട്ട്. ദെൻ എന്നിട്ട് വീണ്ടും നിങ്ങൾ പ്രീവിയസ് ഇയേഴ്സിലെ ക്വസ്റ്റ്യൻ പേപ്പറിലേക്ക് പോവാം. എന്നിട്ട് ഈ കോർ ഏരിയാസ് നമ്മൾ വീണ്ടും റിവൈസ് ചെയ്ത ഏരിയാസിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസിനെ നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ കഴിയുന്നുണ്ടോ? കഴിയുന്നില്ലെങ്കിൽ എവിടെയാണ് നിങ്ങൾക്ക് മിസ് ആവുന്നത്? ആ പോർഷൻ വീണ്ടും പോയിട്ട് എന്ത് ചെയ്യുക? കോൺസെപ്റ്റ് ക്ലാരിറ്റി വരുത്തുക. ക്ലിയർ? ദെൻ ടോപ്പിക്സ് വൈസ് പ്രാക്ടീസ് ചെയ്യാം. അതിനുശേഷം നിങ്ങൾ ഓരോ ടോപ്പിക് വൈസ് ആയിട്ട് വീണ്ടും എക്സാം സെഷൻസിലായാലും നിങ്ങൾക്ക് ഈ ഒരു കോർ ഏരിയാസിൽ നിന്നും എത്രത്തോളം പ്രാക്ടീസ് ചെയ്യാൻ കഴിയുന്നുണ്ട്, നമ്മുടെ മോക്ക് ടെസ്റ്റസും കാര്യങ്ങളൊക്കെ അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് ഈ കോർ ഏരിയാസിൽ നിന്നും നിങ്ങൾക്ക്, അല്ലെങ്കിൽ നിങ്ങൾ റിവൈസ് ചെയ്ത ഏരിയാസിൽ നിന്നും എത്രത്തോളം ഇതിൽ അറ്റൻഡ് ചെയ്യാനായിട്ട് കഴിയുന്നുണ്ട്. PYQസിന് ശേഷം നിങ്ങൾ പോവേണ്ടത് എങ്ങോട്ടാണ്? മോക്ക് ടെസ്റ്റിലേക്കാണ് അല്ലെ. നമ്മുടെ കോഴ്സിന്റെ ഭാഗമായിട്ട് തന്നെ നമ്മൾ 15 എക്സാംസ്, എക്കണോമിക്സിന്റെയും ജനറൽ പേപ്പറിന്റെയും കൂടെ 15 എക്സാംസ് കൊടുക്കുന്നുണ്ട്. ഈ 15 എക്സാംസ് മോക്ക് ടെസ്റ്റ് ആയിട്ട് നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്. അവിടെ അതുപോലെ തന്നെ പല പ്ലാറ്റ്ഫോമിൽ നിന്നും നിങ്ങൾക്ക് കിട്ടുന്ന ഫ്രീ ആയിട്ട് കിട്ടുന്നതൊക്കെ എല്ലാ മോക്ക് ടെസ്റ്റുകളും നിങ്ങൾ എന്ത് ചെയ്യുക? അറ്റൻഡ് ചെയ്യുക. അതിൽ നിന്നൊക്കെ ഈ ഏരിയാസ് കവർ ചെയ്യാനായിട്ട് കഴിയുന്നുണ്ടോ? ഇല്ലെങ്കിൽ എവിടെയാണ് നമുക്ക് തെറ്റുപറ്റുന്നത്? എവിടെയാണ് നമുക്ക് വീണ്ടും ചെക്ക് ചെയ്യേണ്ടത്? അവിടെ വീണ്ടും പോകുന്നു, വീണ്ടും ആ കോൺസെപ്റ്റ് ക്ലാരിറ്റി വരുത്തുന്നു, വീണ്ടും ഇതുപോലെ എക്സാം അറ്റൻഡ് ചെയ്യുന്നു. എപ്പോൾ കിട്ടുന്നു അതുവരെ നമ്മൾ എന്ത് ചെയ്യുന്നു? ചെയ്തുകൊണ്ടേ ഇരിക്കുന്നു. ഇതാവണം നിങ്ങളുടെ ഫസ്റ്റ് ഫേസ് എന്ന് പറയുന്നത്. ഇനി സെക്കൻഡ് ഫേസിലേക്ക് നിങ്ങൾ പോകുന്ന സമയത്ത് നിങ്ങൾ മോസ്റ്റ് എക്സ്പെക്റ്റഡ് ഏരിയാസ്, നമ്മൾ ഇതുവരെ PYQസിൽ നിന്നും നമ്മൾ കണ്ടെത്തിയിട്ടുള്ള കോർ ഏരിയാസിനെയാണ് സ്ട്രെസ് ചെയ്തത് അല്ലെ. ഇനി ഒരുപക്ഷെ നമ്മുടെ കോഴ്സിന്റെ ഭാഗമായാലും PYQസിൽ നിന്നും കിട്ടുന്ന കോർ ഏരിയാസിനോടൊപ്പം തന്നെ ഇനി നെക്സ്റ്റ് ലെവലിൽ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന ചില ഏരിയാസ് നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്തിട്ടുണ്ടാവും. ആ ഏരിയാസിനാണ് നെക്സ്റ്റ് നിങ്ങൾ കവർ ചെയ്യേണ്ടത്. മോസ്റ്റ് ഇമ്പോർട്ടന്റ് ഏരിയാസ് അല്ലെങ്കിൽ ഫോക്കസ് ഏരിയ കണ്ടെത്തിയതിന് ശേഷം നെക്സ്റ്റ്, ഇനി കഴിഞ്ഞ തവണയൊക്കെ ഇങ്ങനെ ചോദിച്ചു,
ഈ ഏരിയാസിൽ ചോദിച്ചു. ഇനി അടുത്ത തവണ ചോദിക്കാൻ പോകുന്നത് ഈ ഏരിയ ആയിരിക്കുമെന്ന് നമ്മുടെ മൈൻഡിൽ തോന്നുന്ന ഏരിയാസ് ഉണ്ടാവും അല്ലെ. ആ ഏരിയാസിന് വേണം നെക്സ്റ്റ് ടൈം നിങ്ങൾ ഫോക്കസ് കൊടുക്കാനായിട്ട്. ഇനി അത്തരം ഏരിയാസും കൂടെ കവർ ചെയ്യുന്ന സമയത്ത് വീണ്ടും PYQസിലേക്ക് പോകുന്നു. അതിൽ നിന്നുള്ള ട്രിക്കി ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യപ്പെടുന്നു. ഡെയിലി പ്രാക്ടീസ് ടെസ്റ്റിൽ നിന്നും നമ്മൾ നേരത്തെ ചെയ്തിട്ടുള്ള ആ സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസിൽ നിന്നും ഇത്തരം ഏരിയാസിൽ നിന്നുള്ള ആൻസേഴ്സ് എനിക്ക് കിട്ടുന്നുണ്ടോ എന്ന് നമ്മൾ നോക്കുന്നു. ദെൻ ഇവിടെ വീക്ക് ഏരിയ കറക്ഷനും കൂടെ നിങ്ങൾ നടത്തണം. കഴിഞ്ഞ ഫേസ് 1 നമ്മൾ കോർ ഏരിയയിലും അതുപോലെ തന്നെ ഈ കോർ ഏരിയ കണ്ടെത്തിയതിനു ശേഷം സെക്കൻഡ് നമ്മൾ മോസ്റ്റ് എക്സ്പെക്ടഡ് ഏരിയയിലേക്ക് പോയിട്ട് അവിടെ നിന്നും നിങ്ങൾ ഡെയിലി പ്രാക്ടീസ് ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് ആ കോർ ഏരിയാസിൽ നിന്നും കിട്ടാത്ത ഏതെങ്കിലും ഭാഗങ്ങൾ ഇനിയും വരുന്നുണ്ടോ, രണ്ടാമത് അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് കുറച്ച് ദിവസങ്ങൾക്ക് ശേഷമാണല്ലോ ഫേസ് 2ലേക്ക് പോവാ നമ്മൾ. അപ്പൊ ആദ്യത്തെ ഒരു 10 ദിവസം ഫേസ് 1 ആണെങ്കിൽ നെക്സ്റ്റ് 10 ഡേയ്സ് ആയിരിക്കും ഫേസ് 2ലേക്ക് പോകുന്നത്. ആ 10 ഡേയ്സിന് ശേഷം വീണ്ടും മറന്നു പോകുന്ന ടോപ്പിക്കോ അല്ലെങ്കിൽ നമുക്ക് കോൺസെപ്റ്റ് ക്ലാരിറ്റി വരാതെ പോയ ഏതെങ്കിലും ടോപ്പിക് ഉണ്ടോ എന്ന് വീണ്ടും ഐഡന്റിഫൈ ചെയ്തിട്ട് വീണ്ടും വീക്ക് ഏരിയാസിനും കൂടെ നമ്മൾ എന്ത് ചെയ്യും, കറക്റ്റ് ചെയ്യുന്ന ഒരു സെഷൻ ആയിരിക്കണം ഏത് ഈ ഒരു ഫേസ് 2 എന്ന് പറയുന്നത്. ദെൻ ഫൈനൽ സെഷൻ തേർഡ് വൺ എന്ന് പറയുമ്പോൾ റാപ്പിഡ് റിവിഷൻ ആണ്. റാപ്പിഡ് റിവിഷൻ എന്ന് പറയുമ്പോൾ ഫേസ് 1ലും ഫേസ് 2ലും നമ്മൾ മോസ്റ്റ് എക്സ്പെക്ടഡ് ഏരിയാസും അതുപോലെ തന്നെ ഫ്രീക്വന്റ്ലി ആയിട്ട് അല്ലെങ്കിൽ കണ്ടിന്യൂസ്ലി ചോദിക്കുന്ന മോസ്റ്റ് ഇമ്പോർട്ടന്റ് ഏരിയാസും നമ്മൾ കണ്ടു അല്ലെ. അതിൽ നിന്നൊക്കെ നമ്മൾ വളരെ ചെറിയൊരു ഷോർട്ട് നോട്ട് വളരെ ബ്രീഫായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ നോട്ട് എടുത്തിട്ട് വേണം നിങ്ങൾ റാപ്പിഡ് റിവിഷൻ നടത്താനായിട്ട്. ഒരു റാപ്പിഡ് റിവിഷൻ അവിടെ നിങ്ങൾ ഇമ്പോർട്ടന്റ് ഫാക്ടുകളിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യുന്നു, ഫോർമുലാസിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യുന്നു. അതുപോലെ തന്നെ കറന്റ് അഫയേഴ്സിലേക്ക് നിങ്ങൾ ചുരുങ്ങി പോകണം. കറന്റ് അഫയേഴ്സ് നിങ്ങൾ ആ ഒരു ഫേസിൽ നോക്കണം. അതായത് ബജറ്റ്, എക്കണോമിക് സർവേ, എക്കണോമിക് റിവ്യൂ, അതുപോലെ തന്നെ RBIയുടെ സൈറ്റിൽ നിന്നുള്ള ആ ഒരു റൈറ്റ്സുകളും കാര്യങ്ങളും നിങ്ങൾ പോകണം. ദെൻ അതുപോലെ എന്തൊക്കെയാണ് കറന്റ് അഫയേഴ്സ്, ഇതൊക്കെ നിങ്ങൾ എന്ത് ചെയ്യണം, നോക്കണം. അപ്പൊ നമ്മൾ കോഴ്സസ് പ്രൊവൈഡ് ചെയ്യുന്ന സമയത്തും എൻഡിലാണ് നമ്മൾ എന്ത് കൊടുക്കാറുള്ളത്, കറന്റ് അഫയേഴ്സ് കൊടുക്കാറുള്ളത്. ഓക്കെ, റിപ്പീറ്റഡ് ആണ് എക്സ്പെക്ടഡ് ക്വസ്റ്റ്യൻസിലേക്ക് വീണ്ടും നിങ്ങൾ ചെയ്യുന്നു. അപ്പം ഈ ഒരു 30 ദിവസം എന്ന് പറയുമ്പോൾ ആ 30 ദിവസങ്ങൾ എന്ന് പറയുന്നത് എങ്ങനെ യൂട്ടിലൈസ് ചെയ്യണം? പുതിയ കോൺസെപ്റ്റുകൾ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടല്ല, പുതിയ കോൺസെപ്റ്റ് പോയി പഠിക്കാനല്ല, സിലബസ് മൊത്തമായിട്ട് ടിക്ക് ചെയ്ത് തീർക്കാനല്ല. എന്തിനു വേണ്ടിയിട്ടാണ്? പഠിച്ച കാര്യങ്ങളെ റിവൈസ് ചെയ്യാനും അത് അപ്ലൈ ചെയ്യാനുമാണ് നിങ്ങൾ ഈ 30 ദിവസങ്ങൾ ഉപയോഗിക്കേണ്ടത് എന്നതാണ് എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയാനുള്ളത്. ഓക്കെ, ഇത്തരത്തിൽ കൺസിസ്റ്റന്റ് ആയിട്ട് റിവൈസ് ചെയ്ത് PYQസിലൂടെ മുന്നോട്ട് പോവുകയാണെങ്കിൽ ഒബ്വിയസ്ലി അതിന്റെ റിസൾട്ട് എന്ന് പറയുന്നത് എന്തായിരിക്കും? സെറ്റ് എക്കണോമിക്സ് എന്നുള്ള ആ ഒരു ക്വാളിഫിക്കേഷൻ തന്നെ ആയിരിക്കും. ഇത്തരത്തിൽ നിങ്ങൾ ഈ ഒരു 30 ദിവസത്തിനെയും കൂടെ യൂട്ടിലൈസ് ചെയ്യപ്പെടുകയാണ് എന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി യു ക്യാൻ വിൻ. ഓക്കെ, യു ക്യാൻ വിൻ യുവർ ഡ്രീം. ഓക്കെ, അപ്പൊ നമ്മള് ഇത്തരത്തിൽ ഫോക്കസ്ഡ് ആയിട്ട് ഇന്റൻസീവ് റിവിഷന് വേണ്ടിയിട്ട് CC എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു 30 ദിവസത്തെ കോഴ്സ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ. 30 days സൂപ്പർ ഫോക്കസ് ബാച്ച് എന്നാണ് നമ്മൾ അതിനെ വിളിക്കുന്നത്. കാരണം എന്താണ്, ആ എക്സ്ട്രാ കിട്ടിയ ടൈമിനെ നമ്മൾ സൂപ്പർ ഫോക്കസിലൂടെ ഒന്നും കൂടെ ഊട്ടി ഉറപ്പിച്ചിട്ട് സെറ്റ് എക്കണോമിക്സ് എന്നുള്ള ലക്ഷ്യത്തിലേക്ക് എത്തുകയാണ് നമ്മളവിടെ ചെയ്യുന്നത്. നിങ്ങൾക്ക് എന്തെങ്കിലും വീക്ക്ലി 5 സ്പെഷ്യൽ ലൈവ് സെഷൻസ് കിട്ടും. റെക്കോർഡഡ് ക്ലാസ്സസ് അവൈലബിൾ ആണ്. അതിന്റെ ഡെഡിക്കേറ്റഡ് മെന്റർഷിപ്പ് നിങ്ങൾക്ക് കിട്ടും. എന്ത് ഡൗട്ട് നിങ്ങൾക്ക് മെന്റർഷിപ്പിലൂടെ എന്ത് ചെയ്യാൻ പറ്റും, ക്ലിയർ ചെയ്യാനായിട്ട് കഴിയും. വീക്ക്ലി റിവിഷൻ എക്സാംസ് കിട്ടും, മോഡൽ എക്സാംസ് കിട്ടും. ഇതെല്ലാം അടങ്ങിയിട്ട് ഈ 30 ദിവസത്തെ ഇന്റൻസീവ് റിവിഷൻ ബാച്ച് ആണ് നിങ്ങൾക്കായിട്ട് CC ഒരുക്കിയിരിക്കുന്നത്. ഈ ലാസ്റ്റ് കൊണ്ടുപോയിട്ട് നിങ്ങൾ ഉടച്ചു കളയരുത് നിങ്ങളുടെ സ്വപ്നത്തെ. എക്സാം മാറ്റി വെച്ചു എന്നുള്ളൊരു കാരണം കൊണ്ട് മാത്രം നിങ്ങൾ ഉഴപ്പിപ്പോവരുത്. ഈ 30 ദിവസത്തെ വളരെ ഫ്രൂട്ട്ഫുൾ ആയിട്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം, യൂസ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ CCയുടെ ഈ ഒരു ബാച്ചിൽ ജോയിൻ ചെയ്യുക. ഒരിക്കലും നിങ്ങൾക്ക് റിഗ്രറ്റ് ചെയ്യേണ്ടി വരില്ല. നിങ്ങളുടെ ലക്ഷ്യത്തിലേക്കുള്ള ഏറ്റവും ബെസ്റ്റ് പടിയായിട്ടാണ് നമ്മൾ ഈ കോഴ്സിനെ ഒരുക്കിയിട്ടുള്ളത്. ഇനി അടുത്തത് നമ്മൾക്ക് ഈ ഒരു സെറ്റ് എക്കണോമിക്സ് ഇത്തവണ ക്ലിയർ ചെയ്യാൻ പറ്റാത്തവരെ സംബന്ധിച്ച് അല്ലെങ്കിൽ ഇത്തവണ പ്രിപ്പയർ ചെയ്യാൻ പറ്റാത്തവരെ സംബന്ധിച്ച് നെക്സ്റ്റ് പ്രിപ്പയർ ചെയ്യാനായിട്ട് ഒരുങ്ങി നിൽക്കുന്നവരെ സംബന്ധിച്ച് നിങ്ങൾക്കും CC എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു ലോങ് ബാച്ച് തന്നെ
സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ജാനുവരി 2027 ഫോക്കസ് ചെയ്തുകൊണ്ട് ഒരു ലോങ് ബാച്ച് ഇപ്പോൾ തന്നെ നമ്മൾ CC സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അഡ്മിഷൻ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ലോങ് ബാച്ചിലേക്ക് അല്ലെങ്കിൽ നെക്സ്റ്റ് തവണത്തെ സെറ്റിലേക്ക് വേണ്ടിയിട്ടാണ് നിങ്ങൾ പ്രിപ്പയർ ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ ഒട്ടും മടിക്കാതെ വേഗം തന്നെ നമ്മുടെ കോഴ്സിനൊപ്പം ചേരുക. വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് വളരെ സ്ട്രക്ചേർഡ് ആയിട്ട് സിലബസ് കവർ ചെയ്യുന്ന രീതിയിൽ നിങ്ങളെ സെറ്റ് എക്കണോമിക്സ് ക്വാളിഫിക്കേഷനിലേക്ക് എത്തിക്കുന്ന ആപ്റ്റ് ആയിട്ടുള്ള ഒരു സെഷൻ തന്നെ ആയിരിക്കും നമ്മുടെ ബാച്ച് എന്ന് പറയുന്നത്. വേഗം ജോയിൻ ചെയ്യുക. ഓക്കെ, താങ്ക് യു. CC ഓണം നല്ലോണം പഠിച്ചോണം.